ബാംഗ്ലൂർ, ചെന്നൈ പോലുള്ള നഗരങ്ങൾ ചെറിയ മഴയത്ത് പോലും ഡ്രെയിനേജ് സിസ്റ്റം ഫെയിലിയർ ആയിട്ട് വെള്ളത്തിനടിയിലാകുമ്പോൾ 4500 വർഷം പഴക്കമുള്ള മോഹൻജദാരോ ഡ്രെയിനേജ് സിസ്റ്റം വളരെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. 2 കൊല്ലം മുന്നേ പാകിസ്ഥാനത്തെ ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയുന്നത്. 2 കൊല്ലം മുന്നേ പാകിസ്ഥാനിലൊരു ഫ്ലഡ് വന്നിട്ടുണ്ട്. ഫ്ലഡ് വന്നപ്പോൾ നമുക്കറിയാം യുനെസ്കോൻ്റെ ഒരു ഹെറിറ്റേജ് സൈറ്റാണ് മോഹൻജദാരോ. അപ്പോൾ അവിടെ ഫുള്ള് ഫ്ലഡ് വന്നപ്പോൾ മോഹൻജദാരോ സൈറ്റ് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ അവിടെയുള്ള കംപ്ലീറ്റ് വെള്ളം ഡ്രെയിൻ ഔട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ടത്തെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള സിവിലൈസേഷൻ പോലും വാട്ടർ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ എത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈജിപ്തിലെ പിരമിഡിനൊക്കെ വളരെ അത്ഭുതത്തോടെ കാണുമ്പോൾ അതിലും എത്രയോ കാലം മുന്നേ ഇൻഡസ് സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ മോഹൻജദാരോയിൽ ഈ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇവരുടെ ഒരു പ്രത്യേകത, ഇവർക്ക് കൃത്യമായുള്ളൊരു അർബൻ പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു സിറ്റിക്ക് മൊത്തം വലിയൊരു ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാവും. ഓരോ വീട്ടിൽ നിന്നുള്ള ഇൻഡിവിജ്വൽ ഡ്രെയിനേജ് സിസ്റ്റം ഇതിലോട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ കണക്റ്റഡ് ആകുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് പറയുന്ന പോലെ സോക്ക് പിറ്റ് ഉണ്ടായിരിക്കും, സെഡിമെന്റ്സ് ഒക്കെ അടിയാൻ വേണ്ടിയിട്ട്. റെഗുലർ ഇന്റർവെൽ ഇൻസ്പെക്ഷൻ ചേമ്പേഴ്സ് ഉണ്ട്. ഇതെല്ലാം വെൽ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കൃത്യമായിട്ടുള്ള സ്ലോപ്പും അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലോങ് ആയിട്ട് ഒരുപാട് സെഞ്ചുറീസ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ബേക്ക്ഡ് ആയിട്ടുള്ള ബ്രിക്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് അന്ന് ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. 4500 വർഷം മുന്നേ അവർക്കത് സാധിച്ചു എന്നുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാ?